കടയ്ക്കൽ കാര്യം സ്വദേശിയായ യുവാവ് കള്ളക്കേസിൽ ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്നതായി ബന്ധുക്കളുടെ ആരോപണം. മകനെ തിരിച്ചു നാട്ടിലെത്തിക്കാൻ കഴിയുന്നില്ല എന്ന നിരാശയിൽ പിതാവ് ജീവനൊടുക്കി. സതീഷ് ബാബുവാണ് ആത്മഹത്യ ചെയ്തത്. 34-കാരനായ വിഷ്ണു എന്ന യുവാവാണ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ചതിയിൽ ദിവസങ്ങളായി കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സ്പെയർ പാർട്സ് കമ്പനിയായ ബ്രൈറ്റ് ഹോം ട്രേഡിംഗ് സ്പെയർ പാർട്സ് നൽകിയ പരാതി യുവാവിനെ കുടുക്കാൻ ബോധപൂർവം ചെയ്തത് എന്നാണ് ആരോപണം. പരാതിയിൽ കേസിന്റെ വിചാരണ നടക്കുന്നതിനാൽ വിഷ്ണുവിന് നാട്ടിലേക്ക് മടങ്ങാനോ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി തേടാനോ സാധിക്കുന്നില്ല. എന്നാൽ വർഷങ്ങളായി ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും മാറിപ്പോകാനുണ്ടായ തീരുമാനം മൂലമാണ് തനിക്കെതിരെ കള്ളക്കേസ് ചുമത്തി കെണിയിലാക്കിയിരിക്കുന്നതെന്നാണ് യുവാവും ആരോപിക്കുന്നത്. കമ്പനിയുടെ സ്റ്റോക്സിൽ നിന്നും സാധനങ്ങൾ മറിച്ചുവിറ്റെന്ന പരാതിയാണ് ബ്രൈറ്റ് ഹോം ട്രേഡ് കമ്പനി വിഷ്ണുവിനെതിരെ നൽകിയിരിക്കുന്നത്. എന്നാൽ തനിക്കെതിരെ തെളിവുകൾ ഇല്ല എന്നാണ് വിഷ്ണു പറയുന്നത്. സംഭവത്തെപ്പറ്റി വിഷ്ണുവിന്റെ വാക്കുകൾ ഇങ്ങനെ: 2019 ബ്രൈറ്റ് ഹോം ട്രേഡ് എന്ന ട്രക്ക് സ്പെയർ പാർട്സ് കമ്പനിയിൽ ജോലിക്കായി എത്തുന്നത്. അക്കൗണ്ട് സെക്ഷനിൽ ജോലിക്ക് കയറിയ തന്നെ പല കാരണങ്ങൾ പറഞ്ഞ് ബ്രാഞ്ചിന്റെ ഇൻചാർജായി നിയമിക്കുകയായിരുന്നു. 6 വർഷത്തോളം ആ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. 2023 മറ്റൊരു കമ്പനിയിൽ നിന്നും ഓഫർ ലഭിച്ചു. തുടർന്ന് ബ്രൈറ്റ് ഹോം ട്രേഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് മാറാൻ തീരുമാനിക്കുകയും നിയമപരമായി രാജിക്കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ മറ്റൊരു കമ്പനിയിലേക്ക് മാറാൻ പോകുന്ന വിവരം അറിഞ്ഞതോടെ തന്നെ കുടുക്കാനായി കമ്പനി പല കാര്യങ്ങൾ ചെയ്തു. ജോലിയിൽ നിന്ന് വിലക്കി. 15 ദിവസത്തോളം ജോലിക്ക് പോകാനാകാതെ മുറിയിലിരുന്നു. ഒടുവിൽ ലേബർ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞതോടെ തനിക്കെതിരെ സ്റ്റോക്സിൽ നിന്നും സാധനങ്ങൾ മറിച്ചുവിറ്റുവെന്ന പരാതി നൽകി. 32,000 റിയാൽ, അതായത് 1 കോടിയോളം രൂപ വരുന്ന സാധനങ്ങൾ സ്റ്റോക്സിൽ നിന്ന് മറിച്ചുവിറ്റു എന്നായിരുന്നു പരാതി. എന്നാൽ ബ്രൈറ്റ് ഹോം ട്രേഡ് സ്ഥാപനത്തിന്റെ മറ്റൊരു ബ്രാഞ്ചായ ഫ്യൂച്ചർ ടെക്നിക്കൽ സ്പെയർ എന്ന കമ്പനിയിൽ നിന്നുമാണ് പാർട്സ് തിരിമറി ചെയ്തത് എന്നാണ് പരാതി. എന്നാൽ താൻ ജോലി ചെയ്തിരുന്നത് ആ സ്ഥാപനത്തിലല്ല, മറിച്ച് മറ്റൊരു കമ്പനിയിലാണ് എന്ന് ബോധ്യമായതായി കോടതി വിലയിരുത്തി. തുടർന്ന് കമ്പനിയിലെ മറ്റ് 2 മലയാളി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി തനിക്കെതിരെ മൊഴി നൽകാൻ കമ്പനി അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ നിയമപരമായി അവർക്കത് നൽകാൻ കഴിഞ്ഞില്ല. സുഹൃത്തിനൊപ്പമാണ് ഇപ്പോൾ താമസം. വീട്ടുകാരെ ഉൾപ്പെടെ ദ്രോഹിച്ചു ആവശ്യം പറഞ്ഞ് നാട്ടിൽ പല ആൾക്കാരെയും കണ്ടിരുന്നു. എന്നിട്ടും കാര്യമുണ്ടായില്ല. അമ്മയും ഭാര്യയും കുഞ്ഞുമാണിപ്പോൾ വിഷ്ണുവിന്റെ വീട്ടിലുള്ളത്. 9 വർഷങ്ങൾക്ക് മുമ്പാണ് വിഷ്ണുവും അശ്വതിയും വിവാഹിതരായത്. ദമ്പതികൾക്ക് 7 വയസ്സുള്ള ഒരു മകനുണ്ട്. 7.5 മാസം ഗർഭിണി കൂടിയാണ് അശ്വതി. മകന്റെ അവസ്ഥയിൽ അച്ഛനും ജീവനൊടുക്കിയിരുന്നു. അതോടെ പ്രതിസന്ധിയിലാണ് കുടുംബം. ആവശ്യവുമായി കുടുംബം നിരവധി പ്രമുഖരെ കണ്ടു. എന്നിട്ടും പ്രതിവിധി ഉണ്ടായില്ല. ഇതിൽ മനം നൊന്തായിരുന്നു വിഷ്ണുവിന്റെ പിതാവ് ആത്മഹത്യ ചെയ്തത്.